നൂറെ ഹബീബിന്റെ മജ്ലിസിന് അല്ലാഹു തന്ന നിഅമത്ത് നോക്കാൻ നിങ്ങൾ ഒന്ന് കാർമേഘം കണ്ടോ? മഴയില്ല, അല്ല വെയിലില്ല. ഇന്നലെ വരെ കൊടും വെയിലായിരുന്നു, ചൂടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഇവിടെ ഒരു മഴ അങ്ങ് പെയ്യിപ്പിച്ചു. ഇനി പറ ഞങ്ങളെ, എനിക്കാണ് നിങ്ങൾക്കാണ് അത്ഭുത സിദ്ധിയുള്ളത്. നന്നായിട്ട് കറക്കം സുമേഷേ. കാണുക പുറത്ത്, അപ്പൊ അവര് ഇവിടെ വലിയ മഴ ഇട്ടത് ഇപ്പൊ ലോകത്തൊട്ടാകെ കാണും, ഇവിടെ മറിച്ചേക്കാൻ കഴിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് മഴക്കഥ കേൾക്കാം. അതെ, മഴയെ മുന്നിൽ വെച്ച് കറാമത്ത് എന്ന പേരിൽ പച്ചക്കളവുകൾ പുരോഹിതന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരവധി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും പുതിയൊരു കറാമത്താണ് നൂറെ ഹബീബി നാറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആ കൂതറയിൽ നിന്ന് നമ്മൾ കേട്ടത്. അൻസാരി സുഹരി ആലപ്പുഴ എന്ന് പറയുന്ന മുസ്ലിയാരി AP സമസ്തക്കാരനാണ്. അദ്ദേഹം ഈ നാറ്റക്കോയയുടെ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രംഗം കണ്ടു. അത് കണ്ടപ്പോൾ മറ്റ് മുസ്ലിയാക്കന്മാർ മഴയുടെ പേരിൽ പറഞ്ഞു വെച്ച പച്ചക്കളവുകൾ വേറെയും ഓർമ്മ വന്നു. അൻസാരി സുഹരി നാറ്റക്കോയയുടെ ഇനി ഒരു വീഡിയോയും ചെയ്യില്ല എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഈ കറാമത്ത് എന്ന പേരിൽ പറയുന്ന പച്ചക്കളവുമായി വന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് സമൂഹത്തെ വഞ്ചിക്കുന്നതിനപ്പുറം മറ്റ് ഇതര മതസ്ഥർ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമായേക്കും എന്നുള്ള പേടിയിൽ നിന്ന് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നി. അദ്ദേഹം അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയാൽ അദ്ദേഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ പറഞ്ഞു വെച്ച ചില കറാമത്തുകൾ കൂടി നമ്മൾ ഇതിനോട് ആഡ് ചെയ്തുകൊണ്ട് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ആദ്യം അൻസാരി സുഹരിയുടെ സംസാരം കേൾക്കാം. നൂറെ ഹബീബിന്റെ മജ്ലിസിന് അല്ലാഹു തന്ന നിഅമത്ത് നോക്കാൻ നിങ്ങൾ ഒന്ന് കാർമേഘം കണ്ടോ? മഴയില്ല, അല്ല വെയിലില്ല. നോക്കി നിങ്ങൾ, ഇന്നലെ വരെ കൊടും വെയിലവിടെ. ഇന്നലെ വരെ മേലെ കൊടക്കാടിന്റെ മുറ്റം നോക്കി നിങ്ങൾ ഒന്ന് പുറത്തേക്ക് നോക്കി, വെറുതെ പറയില്ല. ഇന്നലെ വരെ ഈ മുറ്റം ചൂട് കൊണ്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ മജ്ലിസ് നിർത്തി വെച്ചാലോ എന്നൊക്കെ ആലോചിച്ചു. ചൂട് കുറെ നോക്കി നിങ്ങൾ, കാർമേഘം. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ പെരും മഴയായിരിക്കും. കൊടക്കാടൊക്കെ വെറും കാർമേഘമല്ലേ തങ്ങളെ? എന്റെ നാട്ടിൽ നോക്ക്, ഇന്നലെ വരെ കൊടും വെയിലായിരുന്നു, ചൂടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഇവിടെ ഒരു മഴ അങ്ങ് പെയ്യിപ്പിച്ചു. ഇനി പറ ഞങ്ങളെ, എനിക്കാണ് നിങ്ങൾക്കാണ് അത്ഭുത സിദ്ധിയുള്ളത്. പറ ഞങ്ങളെ, കൊടക്കാടൊക്കെ വെറും കാർമേഘം വന്നിട്ടുള്ളൂ. ഇവിടെ പെരുമഴ, ഒരു തുള്ളിക്ക് ഒരു കുടം എന്നുള്ള നിലക്ക് പെരുമഴ. നീ പറ, അത്ഭുത സിദ്ധി ആർക്കാണ്? കറക്ക് സുമേഷേ, കറക്ക്, നന്നായിട്ട് കറക്ക് സുമേഷേ, കറക്ക്. സുമേഷ് നന്നായി കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കറക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് മറ്റു ചിലതൊക്കെ കാണാനുണ്ട്. ഏതായിരുന്നാലും നമ്മള് നൂറെ ഹബീബി എന്ന് പറയുന്ന ഉഡായിപ്പിന്റെ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് അൻസാരി സുഹരി പറയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനിയും അൻസാരി സുഹരിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിനു മുമ്പേ അൻസാരി സുഹരിയുടെ ഔലിയായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫൈസൽ സഖാഫി നരിക്കുനി നടത്തിയ സംസാരം ഒന്ന് കേൾക്കാം. മഴ ചോരുന്നതും വെയിലറിക്കുന്നതും വെയിലറയ്ക്കാതിരിക്കുന്നതും എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാക്കി കൊണ്ടുവരാൻ അവിടത്തേക്ക് സാധിച്ചിരുന്നല്ലോ. എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുടുംബം, ആവിലോറ കോട്ടക്കലിലെ ഒരു കുടുംബം, അവരുടെ മകളുടെ കല്യാണം ഡേറ്റ് നിശ്ചയിച്ചു കൊടുക്കുന്നത് ശൈഖുനയാണ്. അത് ഒരു നല്ല കർക്കിടക മാസത്തിലേക്ക്, പെരുമഴക്കാലത്തിലേക്കാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത്. പന്തലിടാനും മറ്റുമൊന്നും ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പലരും പറഞ്ഞു, ഈ കർക്കിടക മാസത്തിൽ കല്യാണം പ്രയാസമായിരിക്കും, മഴ പെയ്ത് നമ്മൾ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഡേറ്റ് ഒന്ന് മാറ്റലാണ് നല്ലത്. പക്ഷേ ശൈഖുനാനെ വല്ലാതെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അവിടുത്തിലെല്ലാം ഏൽപ്പിക്കുകയും ചെയ്ത ആ ഉപ്പ പറഞ്ഞു, എനിക്ക് ശൈഖുന നിർദ്ദേശിച്ചെന്ന ഡേറ്റ് ആയതുകൊണ്ട് അതെന്തായാലും മാറ്റണ്ട, ആ ഡേറ്റിന് തന്നെ നടക്കട്ടെ. അങ്ങനെ ആളുകൾ കുറേ പ്രശ്നങ്ങളൊക്കെ ആക്കി കുറേ എന്തൊക്കെയോ പറഞ്ഞു വയ്ക്കുക. അദ്ദേഹം വഴങ്ങുന്നില്ല. അവസാനം കല്യാണത്തിന് ഏകദേശം ഒരാഴ്ച ഒക്കെ ഉള്ള സമയത്ത് അദ്ദേഹം പിന്നെയും കോഴിക്കോട് മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കർക്കിടക മാസത്തിലാണ് കല്യാണം. ആളുകളൊക്കെ അങ്ങനെ പലതും പറയുന്നുണ്ട്. ബേജാറുമായിട്ട് ചെന്നതാണ്. അവിടുന്ന് ഒരൊറ്റ വാക്കാണ്, നമ്മുടെ കല്യാണത്തിന് മഴയും വേണ്ട പന്തലും വേണ്ട. മഴ പെയ്യൂല എന്ന് മാത്രമല്ല, പന്തലും ഇടണ്ട എന്നാണ് പറയുന്നത്. അവിടുന്ന് ആ വാക്ക് അതേപടി അനുസരിക്കുന്നു, തിരിച്ചു പോരും. ആളുകൾ സമ്മതിക്കുമോ? കർക്കിടക മാസത്തിൽ മഴ പെയ്യില്ല എന്നും പന്തലിടണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആരാ സമ്മതിക്കുക? ആളുകൾ വലിയ പ്രശ്നമാക്കി. അദ്ദേഹം പറഞ്ഞു, എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഇത്തവണ പന്തലിടില്ല. അങ്ങനെ നിശ്ചയിച്ച തീയതി എത്തി, കല്യാണ ദിവസമായി, എല്ലാവരും ആശങ്കയിലാണ്. അദ്ദേഹം സന്തോഷത്തോടെ, ശൈഖുനാൻ്റെ വാക്കാണ്, അതിൽ പിന്നൊരു മാറ്റവും ഇല്ല. കല്യാണം വന്നു. പരിസര നാടുകളിൽ മുഴുവനും കോരിച്ചരിയുന്ന മഴയാണ്. പക്ഷേ ആ വീടിനും ചുറ്റുവട്ടത്തും അന്ന് മഴ പെയ്തതേയില്ല. കല്യാണം ഭംഗിയായി നടന്നു, മഴയുമില്ല പന്തലുമില്ല. മഴ പെയ്യണോ പെയ്യണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്? ഞാൻ ഓർമ്മപ്പെടുത്തിയത്
വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമല്ല. ചിറ്റഴിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരുടെ കറാമത്താണ് നമ്മൾ കേട്ടത്. ഫൈസൽ സഖാഫി നെരിക്കുനി പറഞ്ഞു വെച്ച ഈ കള്ളക്കറാമത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് കമന്റ് ഒന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ തള്ളു നിങ്ങൾ കേട്ടതാണല്ലോ. നമ്മുടെ സുമേഷ് അൻസാരി സുഹരി പറഞ്ഞതിന് ശേഷം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ആ കറക്കല് തീരുന്നതിന് മുമ്പ് നമുക്ക് അൻസാരി സുഹരിയുടെ വലിയ ഉസ്താദായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മഴക്കറാമത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അഭിനവ് വഹാബി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുമ്പ് പറഞ്ഞു വെച്ച ആ കറാമത്തൊന്നും നമുക്ക് കിട്ടും. അതാ കാന്തപുരം ഉസ്താദ്. അവിടെ ഉസ്താദിന്റെ സദസ്സിലിരുന്ന് ഞാൻ പ്രസംഗം കേൾക്കുക. വന്നു മഴ, ഭയങ്കര മഴ വന്നു. എല്ലാരും ഓടാൻ പോവാണ്, എല്ലാരും എഴുന്നേൽക്കാണ്. ഇരിക്കണം അവിടെ. ഹൗസുല്ലാദമിന്റെ ബറക്കത്ത് കൊണ്ട് മഴ പെയ്യില്ല. പെയ്യില്ലാന്നാ പറഞ്ഞത്. പെയ്യാതിരിക്കാൻ വേണ്ടി വേർക്കൊന്നല്ലേ ഇത്. പെയ്യില്ലാന്ന് പറഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ ഞാനന്ന് പേടിച്ചു കേട്ടോ. ഞാൻ അഥവാ പെയ്തെങ്കിൽ കുറ്റിയാടി, ഇന്നത്തെ കുറ്റിയാടിയല്ല അന്ന്. അന്നത്തെ കുറ്റിയാടി എന്ന് പറഞ്ഞാൽ സുന്നികളെ കൂക്ക് വിളിച്ചു വിടുന്ന കാല. അന്നാ ഉസ്താദ് പെയ്യില്ലാന്നാ പറഞ്ഞത്. മഴ പെയ്തില്ല. പ്രസംഗം മുഴുവൻ കഴിഞ്ഞ് ഞാനന്നൊരു അംബാസഡർ കാറ് ഞങ്ങൾ വാടക കൂട്ടിയിട്ട് പേരോട്ടെന്ന് വന്നതാ. വന്നതിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നല്ല, ചോദിച്ചു നോക്കൂ. അങ്ങനെ അവിടെ പ്രസംഗം കഴിയുന്നവര് മഴ പെയ്തില്ല. മഴ പെയ്യാതിരുന്നപ്പോ ഞങ്ങൾ നോക്കി, അതിന്റെ തൊട്ടടുത്ത മുഴുവൻ നാട്ടിലും മഴ പെയ്തിട്ടുണ്ട്, അവിടെ മാത്രം പെയ്തില്ല. അപ്പൊ കാന്തപുരം ഉസ്താദ്, അത് കാന്തപുരം ഉസ്താദാ. കളവിനിടയിൽ പെരുങ്കള്ളം എന്ന് പറയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ചതിയിനിടയിൽ വഞ്ചന എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് മുസ്ലിയാരുടെ അവസ്ഥ. അതിനിടെ പറയുന്നത് കണ്ടില്ലേ, മുസ്ലിയാക്കന്മാരുടെ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് കൂക്ക് വിളിക്കാറുണ്ട്. ആരാണ് കൂക്ക് വിളിക്കാറില്ലത്? ഇവരുടെ ജമിയത്തുൽ ഇഹ്സാനിയും ടൈഗർ സുനിയും ഒക്കെ കേരളക്കരയിൽ ചെയ്തു വെച്ച തോന്നിവാസങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? ഇന്നും കേരളക്കരയിൽ ഇവരെ പോലെ ആക്രമണം നടത്തിയ മറ്റൊരു ടീമുണ്ടോ? അരിഷ്ടക്കുപ്പി ഒരു മുസ്ലിയാർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ. അത്തരത്തിൽ നിരവധി കാര്യങ്ങളുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇവരുടെ പരിപാടി നടക്കുന്ന സമയത്ത് കൂക്ക് വിളിക്കാറുണ്ട്. ആര് കൂക്ക് വിളിക്കാൻ ഇവരുടെ പരിപാടിക്ക്? അതും കുറ്റിയാടിയിൽ വെച്ച്. ഇരിക്കട്ടെ, അതിനുശേഷം പറഞ്ഞ എന്താണ്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരിപാടി കേൾക്കാൻ വേണ്ടി പോയപ്പോൾ നടന്ന കറാമത്തുമായി അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത്, അംബാസഡറിൽ വരുന്ന സമയത്ത് അതിൽ ലീഗിന്റെ നേതാക്കന്മാർ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ ചോദിച്ചോന്ന്. ഏത് ലീഗിന്റെ നേതാവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്? ഇയാൾ ആളുടെ പേര് പറയണ്ടേ? അത് പറഞ്ഞോ? ഇനി ഇപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒരു മരിച്ചുപോയ ആളുടെ പേരുകൾ വേണമെങ്കിൽ പറയും. അത് നമുക്കിപ്പോ ചോദിക്കാനും പറ്റില്ലല്ലോ. ഉഡായിപ്പിന് കയ്യും കാലും മുളച്ച വർഗമാണ് ഈ തലയിൽ കെട്ടിയ മുസ്ലിയാക്കന്മാർ. പേരോടൊക്കെ മുമ്പ് നടത്തിയ ലുൽമിന് കയ്യും കണക്കുമില്ല. അത്രമാത്രം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫ്. ഒരു സംശയവും അതിൽ വേണ്ട. നാദാപുരം കണ്ണൻ കേൾക്കുന്ന ഏതൊരാൾക്കും അതൊക്കെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ ആദർശം പേറുന്ന മറ്റ് ടീമുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ. അതിൽ അദ്ദേഹത്തിന് വലിയ സങ്കടമൊക്കെ ഉണ്ടായത് നമുക്കറിയാമല്ലോ. ഈ രീതിയിൽ പച്ചക്കളവ് പറയുകയാണ്. എന്താണ്, മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കല് ചെയ്തത്, മഴ വേണ്ട എന്ന് പറയുകയാണ് ചെയ്തത് എന്നാ പറഞ്ഞത്. ഇന്ന് പേരോടിന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് എന്താണ് അദ്ദേഹത്തിന്റെ പഴയ സംസാരവുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോധ്യപ്പെടുന്നത്? ഈ നിലപാടാണോ ഇന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കുള്ളത്? ഇനി സഹോദരങ്ങളെ, നിങ്ങളൊന്നും കൂടി ശ്രദ്ധിച്ചോ. ഇതേ കാന്തപുരത്തെ കുറിച്ച് മറ്റേ ടീമിൽപ്പെട്ട ആള് ചില വിശദീകരണം, കാന്തപുരത്തിന്റെ ക്ലിപ്പടക്കം ഇട്ട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. സ്വലാത്ത് നഗറിൽ മഴ പെയ്യാതിരിക്കാൻ മീക്കായിലിന്റെ പേരിൽ യാസീൻ ഓതാൻ നോട്ടീസ് ഇറക്കിയോലെ. ഇതൊക്കെ മനസ്സിലായോ എന്നറിയില്ല. കാരണം കഴിഞ്ഞ റമദാൻ നല്ല മഴ പെയ്തിരുന്നു. അപ്പൊ 27 മഴ പെയ്താൽ ആള് കുറയും, ആള് കുറഞ്ഞ കായ് കുറയും. അപ്പൊ മഴ പെയ്യാതിരിക്കാൻ മീക്കായിലിന്റെ മേലിൽ യാസീൻ ഓതുക. അപ്പൊ അതിന് നോട്ടീസ് വിതരണം ചെയ്തു. സുബ്ഹാനല്ലാഹ്, നോട്ടീസ് വിതരണം ചെയ്തതിനു ശേഷം വിവാദമായി. നോട്ടീസ് പിൻവലിച്ചു. പക്ഷെ നമുക്ക് കിട്ടേണ്ടി നമുക്ക് കിട്ടി. അങ്ങനെ വിവാദമായതിനു ശേഷം പിന്നെ വലിയ തർക്കങ്ങളായി. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, മീക്കാലിന്റെ മേലിൽ യാസീൻ നേർച്ചാക്കാൻ പാടുണ്ടോ, യാസീൻ ഓദിക്കാൻ പാടുണ്ടോ ഒക്കെ തർക്കമായി. ഏതായാലും അന്നാണ് ആ 27 രാവിലാണ് ഈ കൊല്ലത്ത് ഏറ്റവും വലിയ മഴ പെയ്തത് എന്നൊരു വേറെ സത്യമാണ്. കാരണം തറാവീഹ് കഴിഞ്ഞ്, ഇശാവും കഴിഞ്ഞ്, തറാവീഹ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് കഞ്ഞി കുടിച്ചിട്ട് എഴുത്തിക്കാവിന് വരാമെന്ന് കരുതി പലർക്കും പള്ളിക്ക് വരെ വരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് മാത്രം വലിയ മഴ അന്ന് പെയ്തു എന്നത് മറ്റൊരു സത്യമാണ്. അങ്ങനെ ആ പരിപാടിയിൽ കാന്തപുരം പ്രസംഗിക്കാൻ, ഈ കഴിഞ്ഞ റമദാനിലെ സ്വലാത്ത് നഗർ കാന്തപുരം പ്രസംഗിക്കാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന മഴ അങ്ങോട്ട് പെയ്തു. മഴ പെയ്തതിൽ മുടിക്കുട്ടികൾ മുഴുവൻ കസാര എടുത്ത് തലയിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ കാന്തപുരം പറയാണ്, കുട്ടികളെ ഞങ്ങൾ കസാരൊക്കെ ഒന്ന് താത്തിയാണ്, നമ്മൾ മീക്കാലിന്റെ മേലെ യാസി പോസ്റ്റാക്കിയിട്ട് മഴ നിന്നിട്ടില്ല. അപ്പൊ ഇത് പുറത്താരെങ്കിലും കണ്ടാൽ മോശമല്ലേ, അതുകൊണ്ട് നിങ്ങൾ കസാരൊക്കെ ഒന്ന് താത്തി എന്ന് കാന്തപുരം പറയുന്നുണ്ട്. ഇയാൾ പറയാൻ, ഇതൊക്കെ ഇപ്പൊ ജനങ്ങൾ ഇങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ, ഇപ്പൊ ഒന്നും മറച്ചേക്കാൻ കഴിയണില്ല എന്നും മൂപ്പര് പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കി നിങ്ങള്. കുട്ടികളെ കസാരൊക്കെ താത്തി വെച്ചാളാ, എല്ലാം താത്തി ലൈവിൽ ഇങ്ങനെ കാണുക പുറത്ത്. അപ്പൊ അവര് വിചാരിക്കും ഇവിടെ വലിയ മഴ ഇട്ടത്.
ഇപ്പൊ ലോകത്തൊട്ടാകെ കാണും ഇവിടെ മറിച്ച്. ഇത് ലൈവിൽ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ വലിയ മഴ ഉണ്ടെന്ന് ആൾക്കാർക്ക് അങ്ങനെ മഴ ഇല്ലാതിരിക്കാം. മീക്കായാലും വരെ യാസീൻ പോസ്റ്റ് ആക്കിയാണല്ലോ. എന്നിട്ട് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഈ സ്വരാസൊന്നും ഇജാബത്തില്ല എന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കൂലേ? തൽക്കൊന്നുകൂടി ലൈവിൽ ഇങ്ങനെ കാണുക പുറത്ത്. അപ്പൊ അവര് വിചാരിക്കും ഇവിടെ വലിയ മഴ ഇട്ടെന്ന്. ഇപ്പൊ ലോകത്തൊട്ടാകെ കാണും ഇവിടെ മറിച്ചേക്കാൻ കഴിയില്ല, പണ്ടത്തെ മാതിരിയല്ല. ആ ഓർമ്മ ഉണ്ടാണോ നല്ലതാ. ഇതൊക്കെ കുറച്ച് മുമ്പ് ഉണ്ടായിക്കണമെങ്കിൽ ഈ കുലുമാലൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഇപ്പോഴാ ഓർമ്മ വെച്ചതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ? നാവ് പൂട്ടിയങ്ങ് വെക്കും, ഇവിടെ കയ്യും കാലും സംസാരിക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ? അന്ന് അതിന് ഇക്കാലാക്കിയ മനുഷ്യന്മാര് ഇപ്പൊ എവിടെ ലോകത്തൊട്ടാകെ നമ്മളെ അനക്കുന്നത് മുഴുവനും കാണാം. ലോകത്തൊട്ടാകെ നമ്മൾ അനങ്ങണത് മുഴുവൻ കാണുക. അവിടെ നല്ലൽക്കാണ് അനങ്ങിക്കാളി. അപ്പൊ നല്ലതല്ല ആൾക്കാർ കാണുള്ളൂ. നിങ്ങൾ ഈ ബലങ്ങനെ എങ്ങനെ അനങ്ങുമ്പോഴാണ് ബലങ്ങനെ കാണുന്നത്. അപ്പൊ നിങ്ങൾ നല്ലൽക്കാണ് അനങ്ങുക, അപ്പൊ നല്ലൽക്ക് ജനങ്ങൾ കാണും. ബലങ്ങനെ ഇളകിയാൽ ബലങ്ങനെ കാണും. അപ്പൊ ഇതൊക്കെ ലൈവായിട്ട് തട്ടിപ്പൊക്കെ ജനങ്ങൾ കാണുന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. പടച്ചറബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒറ്റ ആദർശവും കസാലക്കളിക്ക് വേണ്ടി പല ഗ്രൂപ്പുകളായി പിരിഞ്ഞതാണ് എന്നൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ഞങ്ങളൊക്കെ വലിയ സംഭവമാണ് എന്ന രീതിയിൽ ചിലപ്പോഴൊക്കെ മുജാഹിദുകൾക്കെതിരെ മറുപടി പറയാൻ വേണ്ടി ഒന്നിച്ചിട്ട് തന്നെ സ്റ്റേജിൽ കയറുകയൊക്കെ ചെയ്യുന്ന, എന്നാൽ ചില വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു ടീമാണിത്. അവരിലെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാണ് ഈ രീതിയിൽ ഒരു വിശദീകരണവുമായി വന്നിട്ടുള്ളത്. അതിൽ ഇനി ഞാൻ പ്രത്യേകിച്ച് ഒരു കമന്റും പറയുന്നില്ല. അദ്ദേഹം തന്നെ അത് വേണ്ട രൂപത്തിൽ വലിച്ചു കീറി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. സുമേഷിന്റെ കറക്കം ഇങ്ങനെ ഏതാണ്ട് നിൽക്കാനായത് കൊണ്ട് അൻസാരി സുഹരിയുടെ കറക്കത്തിലേക്ക് നമ്മുടെ കറക്കം നിൽക്കുന്നതിന് മുമ്പ് അൻസാരി സുഹരി വിശദീകരിക്കട്ടെ. പൊന്നാരക്കുടക്കാട് കേരളത്തിൽ ഒട്ടാകെ മഴയാണ്. നിങ്ങൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഉപയോഗപ്പെടുത്തിക്കോളൂ. അതിന്റെ നേട്ടങ്ങൾ നിങ്ങൾ കൈവരിച്ചോളൂ, ഒന്നും പ്രശ്നമല്ല. അത് നിങ്ങളുടെ പ്രതിഭയാണ്, നിങ്ങൾ ചെലവഴിച്ചോളൂ. പക്ഷെ ഒരു നാട്ടിൽ കാർമേഘം ഉണ്ടായി. ഇന്നലെ വരെ ഭയങ്കര ചൂടായിരുന്നു, ഇന്ന് കാർമേഘം ഉണ്ടായി, ഇന്ന് മഴ പെയ്തു. നിങ്ങളുടെയൊക്കെ അത്ഭുത സ്ഥിതിയാണെന്നായി പറയുന്നത്. എങ്കിലും ആലോചിച്ചു, ചിറാപ്പൂഞ്ചിൽ എന്നും മഴയാണ്. അവിടെ ഏത് കുടക്കാട് പോയിട്ടാണ് ഈ ചിറാപ്പൂഞ്ചിൽ എന്നും മഴ പെയ്യുന്നത്? ഇനി ഭയങ്കര ചൂടുള്ള സ്ഥലത്ത്, ഇപ്പം ഞാൻ ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസം പോയി. ബാംഗ്ലൂർ ഭയങ്കര ചൂട്, വൈകുന്നേരം ഇപ്പോൾ ഭയങ്കര മഴ. ആരുടെ അത്ഭുത സ്ഥിതി മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താണ് ഈ സമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്നത്? എന്താണ്? മനുഷ്യരെ വിഡ്ഢിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? നിങ്ങൾ ഈ പറയുന്നത് കൊണ്ട് ഞാൻ ഈ വിയോജിക്കുന്നത് നിങ്ങളോടുള്ള വ്യക്തിപരമായ പ്രശ്നം കൊണ്ടല്ല. ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് നിങ്ങൾ ഈ പറയുന്ന സാധനം എത്തിപ്പെടുമ്പം ജനങ്ങൾ, ഈ മുസ്ലിം ഉമ്മത്ത് ഇത്രയും വിവരം കെട്ട ജനതയാണെന്ന് ചിന്തിക്കൂ. നിങ്ങൾ 4, 3, 7 പേര് കാണിക്കുന്ന ഈ കോപ്രായം കൊണ്ട് ഒരു സമൂഹം മുഴുവനും നാണം കെടുകയാണ്. അൻസാരി സുഹരി, താങ്കൾ എന്തൊക്കെ കാരണങ്ങൾ വെച്ച് ഇയാളെ എതിർക്കുന്നുണ്ടോ, എന്തൊക്കെ കാരണങ്ങൾ വെച്ച് ഈ പറയുന്ന ആളുകളെ വിമർശിക്കുന്നുണ്ടോ, അതേ കാരണങ്ങളും ഇവിടെ നിങ്ങളുടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും ഒക്കെ നമുക്കും പറയാനുള്ളത്. ഇനി ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ അൻസാരി സുഹരിക്കെതിരെയോ അതല്ലെങ്കിൽ ഈ ഉള്ളവനെതിരെയോ വരികയാണ് എങ്കിൽ അവിടെ നിങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ സഹാബാക്കളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാനാണ് സാധ്യത. അതും ഇത് ഇവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന ആളുകളുമായി കമ്പയർ ചെയ്യരുത് എന്ന് ദയവ് ചെയ്ത് ഉണർത്തുകയാണ്. അത് വേറെ, ഇത് വേറെ. ഇത് തട്ടിപ്പ്, അത് ഒറിജിനലാണ്. ഒരിക്കലും നമ്മൾ കറാമത്തിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. കറാമത്തിന്റെ ലേബിളിൽ പച്ച കളവുകൾ നിരന്തരം സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നത് കൊണ്ട് അതിനെതിരെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അൻസാരി സുഹരി നാറ്റക്കോയ നടത്തിയ ഉഡായിപ്പിനെ എടുത്തു കാട്ടി പറഞ്ഞു. ഞാനിവിടെ അൻസാരി സുഹരിയുടെ ഉസ്താദുമാരുടെയും ഔലിയാക്കളാണെന്ന് പറയുന്ന ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെയും പേരിൽ പുരോഹിതന്മാർ എടുത്തുകൊണ്ടുവന്ന കള്ള കറാമത്ത് എടുത്തു കാണിച്ചു. അത്രമാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കറാമത്തുണ്ട്, അതാരും നിഷേധിക്കുന്നില്ല. കറാമത്തിന്റെ ലേബിളിൽ പച്ച കളവുകൾ പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുന്നതിനെയാണ് നമ്മൾ ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.